ഇലക്ഷന് ജയിക്കണം തോന്നുന്നത് സാധാരണ അല്ലടോ. അതിന് ഇന്നെ വിളിച്ച് ശല്യം ചെയ്തിട്ട് എന്താ കാര്യം? ആരോടോ പോയി ചൂടാണ്? അല്ലാന്ന് ഒന്നും അറിയണ്ട, ഇലക്ഷന് നിന്നാ മതി എന്ന് പറഞ്ഞാണ്. ഇപ്പൊ തോറ്റു നോക്കുമ്പോ ആ ഹോട്ടലത്തെ പൈസ കൊടുക്കാൻ വരെ ആരുമില്ല. ഹലോ, അക്കീമല്ലേ? അതെ, ആരാണ്? എടാ റസ്കാടാ. റസ്കോ? എടാ സ്കൂളിൽ നിന്നെ കളിയാക്കി വിളിച്ചില്ലേ റസ്ക് എന്ന്? അതാര്? റഷീദൊക്കെ ഇതാണ്. ഇപ്പൊ എവിടാ? ഞാനിത് എന്റെ വീട്ടിലേക്ക് പോണ വഴിയിലെ കലിങ്കിന്റെ അപ്പൊ ഈ എവിടെയാണ്? ഞാന് ഭാര്യ വീട്ടിലായിരുന്നു. അത് ശരി, ഞാൻ വിചാരിച്ചു ഗൾഫിലായിരുന്നു. എന്റെ ഭാര്യ വീട് എവിടെ? എന്റെ വീടിന്റെ തൊട്ടടുത്ത് 4ാമത്തെ വീട്. ഓ, ഇതിപ്പോ റസ്ക് അല്ല, റിസ്ക് ആണല്ലോ. ആ, എന്നിട്ട് എടാ എനിക്കറിയില്ല എന്റെ കല്യാണത്തിന്റെ കാരണം പ്രേമായിരുന്നു എന്നുള്ളത്. ആഹാ, ഈ പ്രേമിച്ചാണല്ലേ കല്യാണം കഴിച്ച്? ആര് പ്രേമിച്ച്? അപ്പൊ ഈ അല്ല പറഞ്ഞത് പ്രേമവിവാഹാണ്? അവൾക്ക് കല്യാണത്തിന് മുമ്പേ ഒരുത്തിനായിട്ടേ പ്രേമായിരുന്നേ. അവള് പോടി പോകുന്ന വിചാരിച്ചാണ്ട് ഇവളെ ബാപ്പ എന്നെ കൊണ്ട് കെട്ടിച്ചാണ്. ഓ അങ്ങനെ. പിന്നല്ലാതെ നമ്മക്ക് പ്രേമിക്കാൻ പറ്റിയ പീസൊന്നുമല്ലടാ, ഞാൻ പെട്ടുപോയതാ. എന്നിട്ട് പിന്നെന്താ, അവള് പെറ്റുപോയടാ, പിന്നെ വിട്ടുപോകാൻ പറ്റിയില്ല. അത് പോട്ടെ, ഈ ബന്ധം വിളിച്ചേ? ആ, അത് പറയാൻ മറന്ന്. അടുത്ത ഞായറാഴ്ചേ മോളെ കല്യാണ, ഇജും കുടുംബം വരണട്ടാ. മാഷാ അല്ലാ. എവിടെയാണ് ചെറുക്കൻ? ചെറുക്കൻ എന്റെ വീട്ടിലുണ്ട്. ചെറുക്കൻ എന്താ ജോലി? അവര് വലിയ തറവാട്ടുകാരടാ. അവരെ എളാപ്പ ഡോക്ടർ, ഒരു അമ്മായി പിന്നെ ഏതൊരു കോളേജിൽ പ്രൊഫസറാണ്, പിന്നെ അനിയന് വക്കീലാണ്, പിന്നെ ഓനൊരു അയൽവാസി ഉണ്ട് SI, ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുള്ളൂ. അപ്പൊ ചെക്കൻ എന്താ ജോലി? ഓന് ഓട്ടോറിക്ഷ ഡ്രൈവറാ. കല്യാണം പറിച്ചിട്ടൊക്കെ കഴിഞ്ഞാ? ആ, ഇനി ദിലീപിനെയും ജയറാമിനെയും ആസിഫിനെയും വിളിക്കണം. ആ, ഓരൊക്കെ ഉണ്ടോ കല്യാണത്തിന്? പിന്നെ വരാതെ. ഞാൻ സ്കൂൾ പഠനം കഴിഞ്ഞാണ്ട് പിന്നെ എറണാകുളത്തല്ലായിരുന്ന, അങ്ങനെയുള്ള ബന്ധാ. എടാ അളിയാ, എടാ എനിക്കൊരു ഉപകാരം ചെയ്യടാ. എനിക്കറിയാലോ ഞാൻ ചെറുതായിട്ട് എഴുതാറുണ്ടെന്ന്. എൻ്റെ അടുത്ത് നല്ലൊരു തിരക്കഥ ഉണ്ടടാ, പ്രവാസി കഥയാണ്. കല്യാണത്തിന് വരുമ്പോ ജയറാമിനും ആസിഫലിനും ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടടാ. എടാ അതിപ്പോ എങ്ങനെങ്കിലും അതിനൊരു സമയം കണ്ടെത്തണം. എടാ അത് നടക്കൂല. പറ്റൂലെന്ന് പറയരുതടാ. എൻ്റെ ആ തിരക്കഥ കണ്ടുപിടിച്ചെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധായകരെ റെക്കമെൻഡ് ചെയ്യും. എടാ ഞാൻ പറഞ്ഞ ജയറാമും ആഷിഫും ദിലീപും വാർപ്പിന്റെ പണിക്കാരടാ. ഞാൻ പണ്ട് എറണാകുളത്തുള്ള സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പണിയെടുത്തോല. ഏതായാലും ജയ് കല്യാണത്തിന് വരണം. വരുമ്പോഴേ ആ തിരക്കഥ എടുത്തോ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്തു വഴി? ഓലക്കന്റെ മൂട്. ഒന്ന് പോടാ. പ്ലാന് വെച്ചാ ഇനിയും പറയണ്ടായിരുന്നു. ഓരോ വണ്ടിയും പാലും വരുന്നത്. അക്കീമ ഒരു ചൂട് ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ട, അല്ലെങ്കിലേ ചൂടിലാണ്.